നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ CSKയെ 2 റൺസിനാണ് RCB തോൽപ്പിച്ചത്. ആ കളിയിൽ ബ്രവിസിൻ്റെ ഔട്ടും പിന്നെ RCB ക്യാച്ച് വിട്ടതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റൊമാരിയോ ഷെഫേർഡിൻ്റെ പൊളിച്ചെടുക്കലും ഒക്കെ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് ആയുഷ് മാത്രേ എന്ന 17-കാരൻ്റെ പൊളിച്ചടുക്കിയ ബാറ്റിംഗാണ്. അവൻ അങ്ങനെ കളിച്ചിട്ടും CSKയുടെ പേര് കേട്ട ഫിനിഷർമാർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അത് വേറെ കാര്യം. അവൻ്റെ കളി 17-കാരൻ്റെ കളി 48 പന്തുകൾ നേരിട്ട് അവൻ 9 ഫോറും 5 സിക്സറും അടക്കം 94 റൺസാണ് അടിച്ചത്. വല്ലാത്തൊരു പ്രകടനം. 195.83 സ്ട്രൈക്ക് റേറ്റിലാണ് ആ 17-കാരൻ പൊളിച്ചടുക്കിയത്. സ്റ്റീഫൻ ഫ്ലെമിങ് കളിക്ക് ശേഷം പറയുന്നുണ്ട്, അവൻ ടീമിൽ എത്തിയ ആദ്യ ദിവസം മുതൽ തന്നെ ടീമിനോട് അവൻ ഇണങ്ങി ചേർന്നിട്ടുണ്ട്. കംഫർട്ടബിളായിട്ട് അവൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ടീമിനും അവനോട് അങ്ങനെ തന്നെയാണ്. ഭാവിയിൽ കൂടുതൽ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ അഭിനന്ദിച്ച ഏറ്റവും മനോഹരമായ പോസ്റ്റ് ഞാൻ കണ്ടത് ഇന്ത്യൻ T20 നായകൻ സൂര്യകുമാർ യാദവിൽ നിന്നാണ്. സൂര്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂര്യ കുറിക്കുന്നു, ഇന്നിങ്സ് ഫിൽഡ് വിത്ത് ഇൻറ്റൻറ്റ്, ബ്രേവറി ആൻഡ് ഫയർ. യെസ്, അവൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ വളരെ വ്യക്തമായിരുന്നു. അവൻ്റെ ധൈര്യം, അതുപോലെ ആ ഒരു ഫയർ, കളിയിലെ അവൻ്റെ ഒരു ഫയറും വളരെ വ്യക്തമായിരുന്നു ഇന്നിങ്സിൽ. ദി ഫ്യൂച്ചർ ഈസ് ഹിയർ, ഭാവി ഇവിടെയുണ്ട്. റിമെമ്പർ ദി നെയിം എന്നാണ് സൂര്യകുമാർ യാദവ് കുറിക്കുന്നത്. റിമെമ്പർ ദി നെയിം, ഈ പേര് മറക്കണ്ട, കുറിച്ചു വെച്ചോ. ആയുഷ് മാത്രേ, അവൻ ഭാവിയുടെ താരമാകും എന്ന് തന്നെ കുറിക്കുന്നു ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ്. 17 വയസ്സാണ് അവൻ്റെ പ്രായം. 17 വയസ്സ്. മുംബൈക്ക് വേണ്ടിയിട്ടാണ് അവൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കുന്നത്. സൂര്യക്ക് കൂടുതൽ അടുപ്പവും ബന്ധവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ സൂര്യ അവൻ അഭിനന്ദിക്കുന്നു. മനോഹരമായ കാഴ്ച. അല്ലെങ്കിലും ആര് മികച്ച പ്രകടനം നടത്തിയാലും, ഇന്ത്യൻ താരങ്ങൾ ആര് മികച്ച പ്രകടനങ്ങൾ നടത്തിയാലും അഭിനന്ദനങ്ങളുമായിട്ട് വരുന്ന സൂര്യ വേറെ ലെവൽ തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.